ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. അപ്പോൾ ന്യൂ ഇയറും ആഘോഷമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇട്ടിരുന്നു. അപ്പോൾ ഇന്ന് ന്യൂ ഇയർ ആയിട്ട് എന്നോട് എൻ്റെ കൂട്ടുകാർ ആവശ്യപ്പെട്ടതിനനുസരിച്ച് ഞാനൊരു സാരി ഉടുത്തിട്ട് ചെയ്യുന്നൊരു വീഡിയോ കേട്ടോ. അപ്പോൾ സാരിയൊന്നും അധികം നല്ലോണം ഉടുത്തിട്ടൊന്നുമില്ല, എങ്കിലും രാവിലെ കുറച്ച് തിരക്കല്ലേ, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ രാവിലെ കടലക്കറി ആട്ടോ ഉണ്ടാക്കിയത്. കടലക്കറിയും പിന്നെ മീൻകറി ഞാൻ ഇന്നലെ രാത്രിയിൽ കുറച്ച് ലേറ്റായിട്ടാട്ടോ മീൻകറി വെച്ചത്. അപ്പോൾ കടലക്കറിക്ക് വേണ്ടിയിട്ട് ഇതാ ഉള്ളിയൊക്കെ ഒന്ന് തൊലി ഒളിച്ച് നമ്മളിതൊന്ന് കടുക് കൂടി പൊട്ടിച്ച് കഴിഞ്ഞാൽ കടലക്കറിയായി. പിന്നെ ചപ്പാത്തി ആട്ടോ ഉണ്ടാക്കുന്നത്, പിന്നെ മീൻകറിയുണ്ട്, പിന്നെ കുറച്ച് മീൻ പൊരിക്കാനുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഫുഡ് ഐറ്റംസ്. അപ്പം ഇന്ന് ഒരു ചെറിയ ലളിതമായ പാചകം കേട്ടോ. അപ്പോൾ കടലക്കറി മീൻകറി എനിക്ക് രാവിലെ ഈ ചപ്പാത്തിക്കും പുട്ടിനും ഒക്കെ എന്താണെങ്കിലും കടലക്കറി ആട്ടോ കൂടുതലിഷ്ടം. അപ്പം ഞാൻ കടലക്കറി എന്നുണ്ടാക്കാമെന്ന് വിചാരിച്ച് കുറച്ച് കടലയെടുത്ത് വെള്ളത്തിലിട്ടായിരുന്നു കേട്ടോ തലേ ദിവസം. പിന്നെ ഞാനതൊന്ന് കടുകൊക്കെ പൊട്ടിച്ചെടുത്തു. അങ്ങനെ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കുന്ന കേട്ടോ വീഡിയോ. ഫസ്റ്റ് സ്റ്റാർട്ടിങ് തേങ്ങാപ്പാൽ ഒഴിച്ചാട്ടോ കടലക്കറി വയ്ക്കുന്നത്. പിന്നെ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം മുറ്റത്തടുപ്പിൽ കഞ്ഞി അടുപ്പത്തിട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഇന്ന് അടിച്ചു വാരിയിട്ടില്ല കേട്ടോ. ഇന്ന് അടിച്ചു വാരുന്ന വീഡിയോയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഞാൻ ലേറ്റായിട്ട് ഞാൻ അമ്മയുടെ അടുത്ത് പോയിട്ട് വന്നിട്ട് ലേറ്റ് ആയിരുന്നു. അപ്പോൾ തലേ ദിവസം 2 ദിവസം അടിച്ചിട്ടില്ലായിരുന്നു. മോളെ ഉള്ളായിരുന്നു, മോനും വീട്ടിൽ. അവർ മുറ്റമൊന്നും മോള് തൂത്തിട്ടില്ലായിരുന്നു. അന്നേരം ഞാൻ ഇന്നലെ ലേറ്റായിട്ട് മുറ്റമൊക്കെ തൂത്തിട്ടത്. അതുകൊണ്ട് ഇന്നിപ്പോൾ രാവിലെ എന്തായാലും മുറ്റം തൂക്കണ്ട കേട്ടോ. അപ്പം ഇനിയും ചപ്പാത്തിയൊക്കെ ചുട്ട് അങ്ങനെ ഇന്നിനിയും വൈകുന്നേരം മുറ്റം തൂത്താൽ മതി. അപ്പോഴത്തേക്കും നല്ല വെയിലാവട്ടെ നമ്മുടെ മുറ്റത്ത്. ഉദിക്കുമ്പോൾ മുതൽ ഞാൻ പറഞ്ഞിട്ടില്ലേ വെയിലാണ്. അപ്പോൾ പിന്നെ നമുക്കിനി എന്തായാലും മുറ്റം ഇന്ന് വൈകുന്നേരത്തേക്ക് ആക്കാമെന്ന് വിചാരിച്ച് ഞാൻ എന്തായാലും കുളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. രാവിലെ അതിനായിട്ട് ന്യൂ ഇയർ അല്ലേ, ന്യൂ ഇയർ ആയിട്ട് 1-ാം തീയതി തന്നെ രാവിലെ ഒരു കുളി അങ്ങ് പാസ്സാക്കിയേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നല്ല ശീലങ്ങളൊക്കെ അങ്ങോട്ട് തുടങ്ങിയേക്കാം. രാവിലെ തന്നെ കുളിക്കാം, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞാൻ എണ്ണയൊന്നും അധികം ഞാനങ്ങനെ തലയിൽ ഉപയോഗിക്കാറില്ല കേട്ടോ. ഞാൻ ഒരു എണ്ണയും അധികം വെളിച്ചെണ്ണയോ അങ്ങനെയുള്ള ഒന്നും തേക്കാറില്ല. ഞാൻ ഷാമ്പു ഇട്ട് കഴിഞ്ഞാൽ വല്ലപ്പോഴും ആഴ്ചയിലെങ്ങനെ ഈ മുടി ഭയങ്കരമായിട്ട് മുരുമുരാന്ന് വരുമ്പോൾ കുറച്ച് എണ്ണ എടുത്ത് തേക്കും കേട്ടോ ചെയ്യുന്നത്. അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ പോയപ്പോൾ ഞാൻ ഫുള്ള് ഷാമ്പു ചെയ്തതുകൊണ്ട് മുടിയിൽ തീരെ എണ്ണയില്ലായിരുന്നു. അപ്പോൾ മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആയിരിക്കുന്നതുകൊണ്ട് കുറച്ച് എണ്ണ ഞാൻ പിന്നെ ഒന്നെങ്കിൽ പാരാച്ചൂട്ടാട്ടോ തേക്കുന്നത്. അങ്ങനെ സ്ഥിരമായിട്ട് എണ്ണയൊന്നുമില്ല. അല്ലെ ഹെയർ ഓയിൽ എന്തെങ്കിലും. ഇപ്പോൾ കൈപ്പയുടെ ഹെയർ ഓയിലാട്ടോ ഞാനിപ്പോൾ യൂസ് ചെയ്തത്. അങ്ങനെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിതാ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് വിളക്ക് വയ്ക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. കുളിക്കുന്ന ദിവസങ്ങളൊക്കെ ഞാൻ രാവിലെ ഒന്ന് തിരി കത്തിക്കും കേട്ടോ. അപ്പോൾ എല്ലാ ദിവസമൊന്നും നമുക്ക് തിരി കത്തിക്കലൊന്നും നടക്കില്ല. പറ്റുന്ന ദിവസം ഞാൻ രാവിലെ കുളിച്ച് കഴിഞ്ഞാൽ തിരിയൊന്ന് കത്തിക്കും കേട്ടോ. അപ്പോൾ കിണ്ടി വെള്ളം എടുത്ത് വയ്ക്കും. അപ്പോൾ ഈ കിണ്ടിയിലെ തലേ ദിവസത്തെ വെള്ളം ഞാനിങ്ങനെ ചെടികൾക്കൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കും കേട്ടോ. ഈ വെള്ളം ചെല്ലുമ്പം അവർക്ക് എന്താണെന്നറിയില്ല, പ്രത്യേക ഒരു ഉന്മേഷം കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടുകാർ ആവശ്യപ്പെട്ടതിനനുസരിച്ചാട്ടോ ഇന്ന് ഞാൻ സാരി ഉടുത്തത്. അപ്പം എപ്പോഴും ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പറ്റുന്ന സമയങ്ങളിലൊക്കെ ഞാൻ സാരി ഉടുത്ത് വീഡിയോ ചെയ്യാം കേട്ടോ. പിന്നെ എന്നോട് യൂട്യൂബിൻ്റെ ജേണിയെക്കുറിച്ചൊക്കെ സംസാരിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിനൊക്കെയായിട്ട് ഞാൻ വരും ദിവസങ്ങളിൽ വരുന്നതായിരിക്കും കേട്ടോ. രാവിലത്തെ തിരക്കാട്ടോ. രാവിലെ ജോലിക്കൊക്കെ മോൻ പോകേണ്ടതുകൊണ്ട് കുറച്ച് തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് എല്ലാം ഒന്നും പെട്ടെന്ന് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല കേട്ടോ. എന്നാലും ഞാൻ പറ്റുന്ന വിധേനയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമുക്ക് നമ്മുടെ ഭഗവാന്റെ മുന്നിൽ വിളക്ക് വെച്ച് 1-ാം തീയതിയായിട്ടൊന്ന് തൊഴുത് പ്രാർത്ഥിക്കുക അല്ലേ. എല്ലാവരും നന്നായിട്ടുണ്ടാവില്ലേ? 1-ാം തീയതിയായിട്ട് എല്ലാവരും നല്ലതിന് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവില്ലേ? എല്ലാവരും മനസ്സിലും ഉണ്ട് ആഗ്രഹം നന്നാവണം എന്നും പല മാറ്റങ്ങളൊക്കെ വരുത്തണം എന്നും ഒക്കെ എല്ലാവരും മനസ്സിലുണ്ടാവും. പക്ഷേ നമുക്കെന്താണ്, എല്ലാം ഒന്നും ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ പോലെ ആയിരിക്കില്ല അല്ലേ. എല്ലാം മനുഷ്യ സഹജമല്ലേ. അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം നമുക്ക് എന്തായാലും വരുന്ന പോലെ വരട്ടെ അല്ലേ. എല്ലാം നല്ലതിന് വേണ്ടിയിട്ടെന്ന് നമുക്ക് ഈ ശുഭമുഹൂർത്തത്തിൽ നമ്മുടെ ഈശ്വരനോട് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നും എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും വീഡിയോ കാണുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഈ അവസരത്തിൽ മനസ്സുരുക്കി പ്രാർത്ഥിക്കുക കേട്ടോ. അപ്പം നിങ്ങളുടെ കൂടി ക്ഷേമവും ഐശ്വര്യമായിട്ട് എൻ്റെയും എനിക്കും അതൊക്കെ ആട്ടോ സന്തോഷം. അപ്പം
ഇതാ ഇനി കുറച്ച് ചന്ദനമൊക്കെ തൊട്ട് നമുക്ക് ഇനിയും കുറച്ച് ജോലികളേ ഉള്ളൂ. ഞാൻ ചായ കുടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ കുളിച്ച് കഴിഞ്ഞ് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് ചായ ഉണ്ടാക്കാൻ പോവുക കേട്ടോ. അപ്പോൾ മോളോട് ചോദിച്ചപ്പോൾ മോള് പറഞ്ഞു അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞു, പാലൊഴിച്ച് ചായ അവർക്കൊന്നും ഇഷ്ടമില്ല കേട്ടോ. പിന്നെ ഞാൻ ഇടയ്ക്ക് എങ്ങാനും ഇത്തിരി ഒരു പാലൊഴിച്ച് ചായ കുടിക്കുള്ളൂ കേട്ടോ. അപ്പം ഇവിടെ എല്ലാവരും വെയിറ്റ് ലോസ് ചലഞ്ചിങ് ആട്ടോ. അപ്പം ഞാനും വെയിറ്റ് ലോസ് ചെയ്ത് എനിക്ക് 1-2 കിലോയൊക്കെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല മാറ്റമുണ്ട്. ഇനി വരും ദിവസങ്ങളും നല്ലോണം റിഡക്റ്റ് ചെയ്യണമെന്നുണ്ട് വെയിറ്റ്. അപ്പോൾ എക്സസൈസ് ചെയ്യുന്ന വീഡിയോ ഇടാവോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ശരിക്കും എക്സസൈസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 5 കിലോയിൽ കൂടി ഇപ്പോൾ പെട്ടെന്ന് തന്നെ വെയിറ്റ് ലോസ് ചെയ്യണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ 1-2 കിലോ ഞാൻ റിഡക്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ കുറഞ്ഞ ദിവസത്തിൻ്റെ ഉള്ളിൽ. ഇല്ലെങ്കിൽ എനിക്കിങ്ങനെ ബ്ലൗസൊന്നും ഇടാൻ പറ്റില്ല. സാരി ബ്ലൗസൊക്കെ തിരിഞ്ഞു വരാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ എനിക്ക് അതിനൊക്കെ നല്ല ഈസി ആയിട്ട് പറ്റുന്നുണ്ട്. പിന്നെ വയറൊതുങ്ങി കിട്ടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഇതാ അങ്ങനെ ഈ ഫ്രിഡ്ജ് ഒക്കെ ഒന്ന് തുടച്ചിട്ടു കേട്ടോ. അത് പിന്നെ എപ്പോഴും ഇങ്ങനെ ഒരു നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് നല്ലോണം പൊടി പാറും കേട്ടോ. അപ്പോൾ എനിക്ക് കണ്ടപ്പം ഫ്രിഡ്ജ് അങ്ങ് ഞാനൊന്ന് തുടച്ചെന്നേ ഉള്ളൂ കേട്ടോ. ഡീപ്പ് ക്ലീനിങ് ഒന്നും ചെയ്യുന്നില്ല. കാണുന്ന അന്നേരം അങ്ങ് തുടയ്ക്കുക കേട്ടോ ചെയ്യുന്നത്. ഒരു ഡീപ്പ് ക്ലീനിങ്ങിലേക്കൊന്നും പോകാനൊന്നും ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരികയില്ല. അപ്പോൾ ഞാൻ കിട്ടുന്ന സമയത്ത് കിട്ടുന്ന പണിയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ചെയ്യും. ചിലപ്പോൾ അടിച്ചു വരുന്ന എൻ്റെ ഇടയ്ക്ക് തട്ടിക്കൊട്ടും, കാണുന്ന ചുക്കിരി തട്ടും, അങ്ങനെയൊക്കെ കേട്ടോ ചെയ്യാറ്. പിന്നെ പറഞ്ഞു വന്ന എന്തെന്ന് മറന്നുപോയി കേട്ടോ. പിന്നെ ഞാൻ ചായയൊക്കെ എടുത്തു. അപ്പോൾ നല്ല കടുപ്പത്തിലാട്ടോ. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പോയിരുന്നു. വിശേഷം ഞാൻ പറഞ്ഞല്ലോ, അമ്മയുടെ അടുത്ത് പോയി ചേച്ചീനെ കണ്ടു. പക്ഷേ വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ. ഞാൻ 2 ദിവസം അവരുടെ കൂടെയൊക്കെ 1-ാം തീയതി അല്ലേ ഞങ്ങൾ അവിടെ പോയി അങ്ങനെയൊക്കെ നിന്നിട്ടൊക്കെ ആട്ടോ ഞാൻ വന്നത്. വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ. ഞാൻ ലേറ്റായി ഇവിടുത്തെ ആഘോഷം കഴിഞ്ഞാട്ടോ അങ്ങോട്ട് പോയത്. അതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഞാൻ ചായ ഒരു കപ്പിൽ നിന്ന് ഒരു കപ്പിലേക്ക് പകർത്തിയത്. അപ്പോൾ കുറച്ച് ചായ പോയിട്ടോ. അപ്പോൾ കൂട്ടുകാരെ ഇത് കണ്ടോ? എനിക്ക് ചിരിയും വന്നു കേട്ടോ. ഞാൻ പിന്നെ അത് വേഗം ഒന്ന് തുടച്ചു കേട്ടോ. അപ്പം പിന്നെ എനിക്ക് മാത്രമേ ചായ, പിന്നെ ഈ മോള് പറഞ്ഞു എന്നാൽ കുറച്ച് വെച്ചേക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ രണ്ടാമത് കുറച്ച് പാലുകൂടി എടുത്തിരുന്നു കേട്ടോ. അവൾക്ക് ചായ എടുക്കാൻ വേണ്ടി. അവൾക്കുള്ളത് ഞാൻ അവിടെ അടച്ചു വെച്ചു. അങ്ങനെ ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരുന്ന് ഇത്തിരി നേരം ചായയൊക്കെ കുടിച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ സൂര്യഭഗവാൻ നമ്മളെ മാത്രം നേരിട്ട് കടാക്ഷിക്കുക എന്നുള്ള രീതിയിലാണ് സൂര്യഭഗവാന്റെ വരവ് കേട്ടോ. നമുക്ക് നേരം വെളുത്താൽ പോലും നമുക്ക് ഉദയം മുതൽ അസ്തമയം വരെ സൂര്യഭഗവാൻ നമ്മളെ ഇങ്ങനെ കടാക്ഷിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അതുകൊണ്ട് നമുക്ക് മുൻവശത്തേക്കൊന്നും പകൽ സമയങ്ങളിൽ ഒട്ടും പോയിക്കൂടാ കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഈ വെയിലൊക്കെ ഒന്ന് ആറി കിട്ടുള്ളൂ കേട്ടോ. അപ്പം ഈ പീറ്റുവിനും ഈ വെയിലുള്ളതുകൊണ്ട് അവിടെ പിന്നെ തെങ്ങും മരങ്ങളും ഒക്കെ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് പീറ്റുവിനും കോഴിക്കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു ആശ്വാസമുണ്ട് കേട്ടോ. അല്ലെങ്കിൽ അവരെന്ത് ചെയ്യൂലേ ഇത്രയും ചൂട്. അപ്പം മുറ്റത്ത് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ട്. വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ ആയി വരുമായിരിക്കും. പിന്നെ ഞാൻ പയർ പൊട്ടിക്കാനാട്ടോ പോയത്. പയർ ഞാൻ ഇന്ന് ഉപ്പേരി വയ്ക്കുന്നില്ല. ഇന്ന് ഞാൻ കടല ഉണ്ടാക്കിയിട്ടില്ലേ, ഇനി ഇത് പൊട്ടിച്ച് വെച്ചിരിക്കുന്നത് നാളെ ഉപ്പേരി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം അമ്മ പറഞ്ഞു പയറുണ്ടാകുന്നുണ്ടാകുന്ന പൊട്ടിച്ച് വെച്ചാൽ പുതിയത് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. അതിനനുസരിച്ച് ഉണ്ടായത് ഏതായാലും നല്ലോണം. എനിക്ക് കഴിഞ്ഞ ദിവസം പറിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഞാൻ വീട്ടിൽ പോയി എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ എനിക്ക് പറിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഉണ്ടായി കിടക്കുന്നത് ഞാൻ കണ്ടിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ആ പയറൊക്കെ ഒന്ന് എടുത്തു കേട്ടോ, പൊട്ടിച്ചെടുത്തു. പിന്നെ കരിവേപ്പിലയും കുറച്ച് കാന്താരിമുളകും ഒക്കെ എടുത്തു. കണ്ടില്ലേ, അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പയർ എടുത്തായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇത് ഇത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് പൊട്ടി മുളച്ചുണ്ടായ പയറാട്ടോ ഇത്. അങ്ങനെ പാത്രമൊക്കെ ഒന്ന് എടുത്ത് വെച്ച് കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. ചായ എടുത്തതും പാലെടുത്തതും ഒക്കെ ആയിട്ടുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി എടുത്ത് വെച്ചു കേട്ടോ. കബോർഡില്ലാത്തതുകൊണ്ട് ഞാൻ പാത്രങ്ങളൊക്കെ ഇതിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് പാത്രങ്ങളെല്ലാം നിരന്ന് കിടക്കാമെന്ന് കൂട്ടുകാർക്ക് തോന്നൂല്ലേ. എല്ലായിടത്തും നിരന്നൊക്കെ കിടക്കും. ഇവിടുന്ന് എടുത്ത് അങ്ങോട്ട് വെക്കും, കുറച്ച് കഴിയുമ്പോൾ അവിടുന്ന് എടുത്ത് ഇങ്ങോട്ട് വെക്കും. പിന്നെ അതെടുത്ത് ചിലപ്പോൾ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ട് കേട്ടോ ഇവിടെ ഭയങ്കരമായിട്ട്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഉണ്ടാവും ഞാൻ ഈ പാത്രമൊക്കെ വെക്കുന്ന ഈ സ്റ്റാൻഡിൻ്റെ അടിയിലൊക്കെ ഉറുമ്പ് ഓരോന്ന് കൊണ്ടുപോയി ഇടുകയൊക്കെ ചെയ്യും കേട്ടോ. അതും നല്ല ജോലിയാട്ടോ. ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ ഉണ്ട്. ഇന്നലെ രാത്രി ഞാൻ എല്ലാത്തിനെയും
ഒടിച്ചു വിട്ട് അവിടെയൊക്കെ റെഡിയാക്കിയത്. പിന്നെയുണ്ട് ഉറുമ്പ് അവിടെ വന്ന്, പിന്നെ അതൊക്കെ ഒന്ന് തുടച്ചു, അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട്. ഉറുമ്പ് എവിടുന്നാണ് കിട്ടുന്നതെന്ന് അറിയില്ല. പാത്രത്തിലൊക്കെ നമ്മൾ അടച്ചു വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും, പക്ഷേ ഇവർക്ക് എന്തോ എവിടുന്നൊക്കെയോ ശേഖരിക്കാൻ നല്ലോണം കിട്ടും കേട്ടോ. അവരതൊക്കെ എടുത്ത് അതിലേക്ക് കൊണ്ടുവരും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി. പിന്നെ ഈ പാത്രമൊക്കെ ഒന്ന് ഉറുമ്പ് കയറിയിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം. അതുകൊണ്ട് ഞാൻ അതൊക്കെ ഒന്ന് എടുത്ത് കഴുകി വെച്ചതാട്ടോ. അപ്പം ഇതിനകത്താണ് ബിസ്ക്കറ്റ് എന്തെങ്കിലുമൊക്കെ ഇട്ട് വയ്ക്കും. മോളത് എടുത്തിട്ട് ശരിക്കും അടക്കിയില്ല, അതുകൊണ്ടൊക്കെ ആയിരിക്കും ഉറുമ്പ് കയറുന്നത് കേട്ടോ. പിന്നെ ഞാൻ അതൊക്കെ ഒന്ന് എടുത്ത് കഴുകി ഉണക്കി എടുത്ത് വെച്ചു. പിന്നെ ഇതാ മോൻ എപ്പോഴത്തേക്കും ചായ ചോദിച്ചു. അവന് ബ്രേക്ക്ഫാസ്റ്റ് ഒരു ചപ്പാത്തി എടുക്കുന്നുള്ളൂ കേട്ടോ. അവന് ഡയറ്റ് ആയതുകൊണ്ട് ഇഷ്ടമില്ലാത്ത പുളിയാട്ടോ ആദ്യം ചാടിയത്. അവന് പുളി തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാട്ടോ. മീൻകറിക്ക് പുളി ഇടുന്നതൊന്നും ഇഷ്ടമില്ല. പുളിയാണെന്ന് പറയും കേട്ടോ. മീൻകറിക്ക് അപ്പം എടുത്തത് കോരിയത് പുളിയാട്ടോ കിട്ടിയത്. പിന്നെ മീൻ കഷ്ണമാട്ടോ കൂടുതൽ കൂട്ടുന്നത്. ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ കൂടുതൽ കൂട്ടും. ചപ്പാത്തി ഒരെണ്ണം മതി എന്ന് പറയും. അപ്പം ഞാൻ ചോദിക്കും എന്താകാനാണ് ഈ ഒരു ചപ്പാത്തി കഴിച്ചിട്ടെന്ന്. പിന്നെ ചായ കുടിക്കുകയില്ല, ഇതും വെള്ളം കുടിക്കുള്ളൂ കേട്ടോ. വെള്ളം കുടിക്കുന്നതെന്ന് പറഞ്ഞാൽ തണുത്ത വെള്ളയെ കുടിക്കുകയുള്ളൂ താനും, ഫ്രിഡ്ജിൽ വെച്ച വെള്ളയെ കുടിക്കുകയുള്ളൂ താനും, ചായയും വേണ്ട. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് അവന് ഇഷ്ടപ്രകാരം അതും കൊടുത്തു. പിന്നെ ഞാൻ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ ഒന്ന് കഴുകി വെച്ചു കേട്ടോ. അപ്പം ഇന്നധികം വിശേഷങ്ങളൊന്നുമില്ല കേട്ടോ. ഇന്ന് മീൻ വെട്ടല്ലേ ഞാൻ പറഞ്ഞില്ലേ, രാത്രി വെട്ടിയില്ല, മീൻ ഒക്കെ കറി വെച്ചോണ്ട് പിന്നെ അധികമില്ല. പിന്നെ ഞാൻ 2 കഷ്ണം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു കേട്ടോ. ചൂതമീനായിരുന്നു കഷ്ണം മീൻ. അപ്പോൾ അത് ഒന്ന് പൊരിക്കാമെന്ന് വിചാരിച്ചു. മൂക്കാണേൽ പൊരിച്ചാണേൽ അവൾ ഈ മീൻ കൂട്ടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ കറി അവൾക്ക് ഇഷ്ടമില്ല ഇതിൻ്റെ. അപ്പോൾ അവൾക്കുള്ളതും പിന്നെ 2-3 കഷ്ണം എടുത്ത് വെച്ചതും ഒന്ന് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് മീൻ വെട്ടലോ അങ്ങനെയുള്ള വീഡിയോസ് ഒന്നുമില്ല കേട്ടോ. മുറ്റമടിക്കലോ അങ്ങനെയുള്ളതൊന്നുമില്ല. ഇന്ന് കുറച്ച് തിരക്ക് കുറഞ്ഞ ജോലികളൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ 1-ാം തീയതി ആയിട്ട് ഇതൊക്കെയാണ് വിശേഷങ്ങൾ. പിന്നെ 1-ാം തീയതി ഇടാൻ വീഡിയോയും ഭയങ്കര സ്ലോയിലാട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാൻ പയ്യാട്ടോ വീഡിയോ ഓടിച്ച് വിടുന്നത്. തീരെ സ്ലോയാണ്, വീഡിയോയ്ക്ക് അധികം മൂവിങ് ഒന്നും ഇല്ല കേട്ടോ. അപ്പം മോളെനിക്ക് കുറച്ച് വീഡിയോസൊക്കെ പിടിച്ചും തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ എനിക്ക് ചായ പിന്നെ മോനൊക്കെ പോയി കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് മോൻ യാത്ര അയച്ചു പോയി കഴിഞ്ഞാട്ടോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പോൾ മോളും അതിൻ്റെ ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് കഴിച്ചു. ഒന്നിച്ചൊന്നും കഴിക്കാൻ നേരം ഉണ്ടാവില്ല കേട്ടോ. എനിക്ക് മോനെ വിടേണ്ടതുകൊണ്ട് മോനെ ആദ്യം കഴിക്കും, പിന്നെ അങ്ങനെയൊക്കെ കേട്ടോ. പിന്നെ ലാസ്റ്റ് ആയിരിക്കും ഞാൻ കഴിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഓരോരുത്തരുടെ സമയത്തിനനുസരിച്ച് കഴിച്ചോണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ എനിക്ക് കുറേ സമയം കഴിയും. ഞാൻ ചിലപ്പോൾ 10 മണി 11 മണിയൊക്കെ ആയിട്ടായിരിക്കും കേട്ടോ കഴിക്കാൻ. അതിന് മുന്നേ ചായ കുടിക്കും. അതുകൊണ്ട് ആ ചായ എനർജറ്റിക്കായിട്ട് ഇരിക്കും കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാനിങ്ങനെ താമസിച്ച് പിന്നെ പീറ്റുവിനും കോഴിക്കുഞ്ഞുങ്ങൾക്കും ഒക്കെ തീറ്റ കൊടുക്കാനായിട്ട് പോവാട്ടോ. അപ്പോൾ പീറ്റുവിന് ഞാൻ അഴിച്ചു വിട്ട് രാവിലെ ബിസ്ക്കറ്റൊക്കെ കൊടുത്തിരുന്നു കേട്ടോ. പീറ്റുവിന് രാവിലെ എന്തെങ്കിലും ഒരു ചായക്കീടിയോ ഒരു ബിസ്ക്കറ്റോ കിട്ടണം കേട്ടോ. പക്ഷെ അവനെ ഇത്ര കഴിച്ചാലും അങ്ങനെ ശോഷിച്ചേ നിൽക്കുള്ളൂ കേട്ടോ. അവൻ്റെ സ്വഭാവ പ്രകൃതിയാട്ടോ അത്. അല്ലാതെ അവന് നമ്മൾ നല്ലോണം ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്, പക്ഷെ നന്നാകുന്നില്ല കേട്ടോ. പിന്നെ അവനും ചോറ് കൊടുത്തു, കോഴിക്കുഞ്ഞുങ്ങൾക്കും തീറ്റയൊക്കെ കൊടുത്തിട്ട് ഇനി ഞാൻ കിച്ചണിൽ ഈ പാത്രമൊക്കെ ഒന്ന് കഴുകി വെച്ച് എനിക്ക് കുറച്ച് എഡിറ്റിങ്ങും. അപ്പോൾ ഇന്നിട്ട വീഡിയോ ഇന്ന് ചൂടോടെ എഡിറ്റിങ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഈ ഗ്യാസൊക്കെ ഞാൻ ഈ പെനോയിൽ ഇങ്ങനെ ഒരു കുപ്പിയിലാക്കി വയ്ക്കുവേ. ചിലപ്പോൾ അതിൽ കുറച്ച് ഡെറ്റോളും കൂടി ഒഴിക്കും കേട്ടോ. എന്നിട്ട് പിന്നെ എല്ലായിടത്തും ഇങ്ങനെ ഒന്ന് തുടച്ചിടും. എങ്കിലും ഉറുമ്പ് കയറി വരികയൊക്കെ ചെയ്യും കേട്ടോ. ഉറുമ്പിന് എവിടെയെങ്കിലും പഴുത് കിട്ടിയാൽ കയറി വരികയൊക്കെ ചെയ്യും കേട്ടോ. എങ്കിലും ഇങ്ങനെ എല്ലായിടത്തും ഒന്ന് തുടച്ചിട്ട് കഴിഞ്ഞാൽ കുറച്ചൊക്കെ കുറവുണ്ടാകും. പിന്നെ നമ്മുടെ ഉളുമ്പ് മണം മീൻ്റെയും ഒക്കെ ഒന്ന് മാറി കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഞാൻ ഈ ഒരു കുപ്പിയിൽ ഇങ്ങനെ ഇത്തിരി പിനോയിലോ ഡെറ്റോളും ഒക്കെ കൂടി എടുത്ത് ഇങ്ങനെ വെക്കും കേട്ടോ. പിന്നെ ലാസ്റ്റ് എല്ലാ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞ് കുറച്ച് സോപ്പ് ഇങ്ങനെ വെക്കും. അത് നമുക്ക് ഇനിയും ഉച്ചക്കത്തേക്കുള്ള പാത്രം കഴുകാനൊക്കെ ഉള്ളതാട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ലാസ്റ്റത്തെ പണി. ഇങ്ങനെയാണ് ഞാൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്. ടിൽ ദെൻ ടേക്ക് കെയർ.